4 പ്രണയങ്ങൾ അത് ആസ്പദമാക്കിയുള്ള നായകന്റെ ഒരു കൊച്ചു ജീവിതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 പുറത്തിറങ്ങിയ കഥ ഇന്നു വരെ എന്ന മലയാളം മൂവിയാണ്. ഈ മൂവിന്റെ എൻഡിങ്ങില് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സർപ്രൈസിംഗ് എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ മൂവിന്റെ കഥ കാണാൻ നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ എല്ലാ മച്ചാന്മാരെയും സിനിമാറ്റോഗ്രാഫർ 2.0 സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. 41 വയസ്സുള്ള നമ്മുടെ നായകൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നായകൻ ഒരു സർക്കാർ ഓഫീസിലെ പിയൂണാണ്. വളരെ ചിട്ടായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ നായകന്റേത്. പലരും നായകന്റെ കല്യാണ വിഷയത്തിനെ പറ്റിയെല്ലാം നായകനോട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആര് ഈ വിഷയം ചോദിച്ചാലും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു നായകന്റെ മറുപടി. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ രാവിലെ റെഡിയായി ഡ്യൂട്ടിക്ക് ഇറങ്ങുവാണ്. പോകുന്ന വഴിക്ക് നായകന്റെ സ്കൂട്ടർ പണി മുടക്കുന്നു. അങ്ങനെ കേടായ സ്കൂട്ടി നന്നാക്കാൻ കൊടുത്ത് ബസ്സൊക്കെ പിടിച്ച് നായകൻ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരുന്നു. ഇന്ന് നായകൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് പുതിയൊരു ഉദ്യോഗസ്ഥ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അവര് പാലക്കാട് വന്നിരിക്കുന്നതെന്ന് അറിയുന്ന സമയത്ത് നായകൻ എന്തോ ഒരു കാര്യം ആലോചിക്കുവാണ്. ഈ സമയം സീനോടെ കട്ടായി പാലക്കാടുള്ള വാസു എന്ന് പറയുന്നൊരു വ്യക്തിനെ കാണിക്കുന്നു. ശില്പങ്ങൾ ഉണ്ടാക്കി വിൽക്കലായിരുന്നു ഇയാളുടെ ജോലി. അയാൾക്ക് 12 വയസ്സുള്ള രാമു എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നു. അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ജാനകി എന്ന് പറയുന്നൊരു പെണ്ണിനെ അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്നാൽ അവന്റെ ഇഷ്ടം അതുവരെ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ആലപ്പുഴയാണ്. ഇപ്പൊ അവിടുത്തെ ഒരു പാർട്ടി ഓഫീസിൽ അവിടുത്തെ നേതാവായ ശിവരാജൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പാർട്ടിയിലുള്ള ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അവരോട് പറയുവാണ്, അവിടെ അടുത്തുള്ള സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടില് സജീവൻ എന്ന് പറയുന്നൊരു വ്യക്തി ചെന്നിട്ട് ദിനവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അവനെ വേണ്ട രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാര് വേണ്ട രീതിയിൽ അയാളെ ഡീൽ ചെയ്യാൻ പോകുന്നു. അവരുടെ കൂട്ടത്തില് പാർട്ടിയിലെ ഒരു യുവ നേതാവായ ജോസഫും ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമക്കട്ടെ അടുത്ത സീനില് അവളുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ കാണിക്കുന്നു. അവളിപ്പോ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടില്. ഇന്ന് ആ പാർട്ടിക്കാർ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സജീവൻ എന്ന് പറയുന്ന ആ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയില്ലേ, അയാൾ ഈ സമയത്ത് ആ ബോട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അവിടെ വെച്ച് ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ച് പാർട്ടിയിലെ ചെറുപ്പക്കാരായ നേതാക്കന്മാരും ആ ബോട്ടിൽ കയറുവാണ്. അങ്ങനെ ജോസഫും കൂട്ടരും അവിടെ വെച്ച് സജീവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല തല്ലു കൊടുക്കുന്നു. സജീവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയോണ്ടാണല്ലോ ശിവരാജൻ പറഞ്ഞിട്ട് ജോസഫും കൂട്ടരും ഇയാളെ തല്ലിയത്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് ആ ബോർഡിലുണ്ടായിരുന്ന ഉമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ നിങ്ങൾ എന്തിനാ ഇത്രയും പേര് കൂടി ഒരാളെ എങ്ങനെയിട്ട് തല്ലുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവള് ജോസഫിനോടും കൂട്ടരോടും പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ബോട്ട് കരക്കെത്തുന്ന സമയത്ത് അവിടെ ഉമേനെ വെയിറ്റ് ചെയ്ത് അവളുടെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടിട്ട് അയാൾ അവളെ അവിടുന്ന് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. കാര്യം അറിയാതെ ഉമ എന്ന് പറയുന്ന പെൺകുട്ടി അവരോട് തട്ടിക്കേറിയോണ്ട് അവർക്കാണെങ്കിൽ അവളോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിലെ കഥ കാണിക്കുന്നത് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇയാളാണ് അവിടെയുള്ള ബീവറേജിലെ ജീവനക്കാരൻ. എല്ലാ ദിവസവും രാത്രിയാവുന്ന സമയത്ത് തട്ടവിട്ട ഒരു പെണ്ണ് ആ ബീവറേജിലേക്ക് കുപ്പി വാങ്ങാൻ വേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ സ്ഥിരം വരുന്നോണ്ട് തന്നെ അയാൾക്ക് അവളെ കണ്ട് വല്ലാതെ ഇഷ്ടമായി. അങ്ങനെ അയാൾ അവളെ പരിചയപ്പെടുന്നു. അവളുടെ പേര് നസീമ എന്നായിരുന്നു. തട്ടം വെച്ച് മുഖമെല്ലാം മറച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ മാത്രമേ അയാൾക്ക് കാണത്തുള്ളായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട അയാള് അവളോട് ഇഷ്ടം തുറന്നു പറയുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി അയാളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കഥ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. ഇപ്പൊ നായകനായ രാമചന്ദ്രൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് പുതിയതായിട്ട് എത്തിയ ഉദ്യോഗസ്ഥ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഇപ്പൊ ട്രാൻസ്ഫർ ആയി വന്ന അവരെ സ്റ്റാഫുകൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. കൂട്ടത്തിൽ നായകനും വെൽക്കം ചെയ്യുന്നുണ്ട്. നായകൻ ഒറ്റത്തടിയാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. നായകന്റെ കരുത്തും ബലമെല്ലാം അവന്റെ കൂട്ടുകാരും നാട്ടുകാരുമായിരുന്നു. അടുത്ത സീനിൽ കഥ വീണ്ടും പാലക്കാടേക്ക് വരുന്നു. ഇപ്പൊ രാമുവിന്റെ ക്ലാസ് കാണിക്കുവാണ്. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയുടെ ടീച്ചർ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിന്റെ മറുപടി അവൾ കൊടുക്കുന്ന സമയത്ത് അവളുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആണെന്ന് നമ്മുടെ രാമു മനസ്സിലാക്കുന്നു. അതുപോലെ അവൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയായിരുന്നു. അങ്ങനെ ടീച്ചർ അവളെ കൊണ്ട് ക്ലാസ്സിലൊരു പാട്ടെല്ലാം പാടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് രാമുവിന് അവളോട് ഇഷ്ടം കൂടുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് കഥ ആലപ്പുഴയിലേക്ക് പോകുന്നു. അന്ന് ആ ബോർഡിൽ വെച്ച് നടന്ന പ്രശ്നം കൊണ്ട് സജീവൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉമ കാരണമാണല്ലോ അങ്ങനെ സംഭവിച്ചത്. സോ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ജോസഫും 2-3 കൂട്ടുകാരും കൂടി ഉമേന്റെ വീട് അന്വേഷിച്ചു വരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയം നാട്ടുകാർ ഇടപെടുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അടുത്ത സീനിലെ കഥ വണ്ടിപ്പെരിയാറിലേക്ക് വീണ്ടും പോകുന്നു. ഇപ്പൊ ലിക്കർ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിനെ കാണിക്കുന്നു. അയാളോടിപ്പം അയാളുടെ കുറച്ച് ഫ്രണ്ട്സ് പറയുവാണ്, നീ വീട്ടിൽ തനിച്ചല്ല താമസം, ഇന്ന് നിന്റെ വീട്ടിലേക്ക് ഞങ്ങളൊരു പെണ്ണിനെ കൊണ്ടുവന്നോട്ടെ എന്ന്. അയാൾക്ക് അത് ഇഷ്ടമല്ലായിരുന്നെങ്കിലും കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അയാൾ അതിനൊക്കെ പറയുന്നു. അങ്ങനെ ലൈംഗിക തൊഴിലാളിയായ ഒരു പെണ്ണിനെ അവരന്ന് രാത്രി അവിടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവരുടെ ആവശ്യം കഴിഞ്ഞ് അവരും വന്ന ആ വ്യക്തിനോട് പറയുന്നുണ്ട്, അവള് റൂമിലുണ്ട്, ഇനി നീ പോയി എൻജോയ് ചെയ്തോളാൻ. എന്നാൽ അയാൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നല്ലോ. എന്നാലും വേണ്ടാന്ന് പറഞ്ഞ ഫ്രണ്ട്സ് കളിയാക്കും. അതുകൊണ്ട് ഇപ്പൊ അയാൾ മുറിയിലേക്ക് വരുന്നു. ഈ സമയത്ത് ആ പെണ്ണ് ബെഡിൽ അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ അവിടേക്ക് എത്തി അയാൾ അവളോട് പറയുവാണ്, ഞാൻ സിൻസിയർ ആയിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുവാണ്, അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇത് പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, അതുകൊണ്ടാണ് അവരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ കുറച്ചേരി ഇവിടെ ഇരുന്നിട്ട് ഞാൻ പുറത്തേക്ക് പോക്കോളാം. ഇങ്ങനെയും പറഞ്ഞ അയാൾ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലൈംഗിക തൊഴിലാളിയായ ആ പെണ്ണ് അയാളോട് അയാളുടെ പ്രണയത്തിനെ പറ്റി ചോദിക്കുന്നു. സ്ഥിരമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ലിക്കർ ഷോപ്പിലേക്ക് ലിക്കർ വാങ്ങാൻ വരുന്ന പെണ്ണ നസീമ എന്നാണ് പേര്. അവളുടെ മുഖം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കെന്തോ അവളെ വല്ലാതെ ഇഷ്ടമാണ്. ഇതെല്ലാം കേൾക്കുന്ന പെണ്ണ് എന്നിട്ട് താൻ ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്കതിനുള്ള ധൈര്യം കിട്ടിയില്ല. ഇത് കേൾക്കുന്ന പെണ്ണ് പറയുകയാണ്, ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ധൈര്യത്തിന് 2 അടിച്ചിട്ട് നേരെ പോയി കാര്യം അങ്ങ് തുറന്നു പറ. ഇത് കേൾക്കുന്ന സമയത്ത് ആ വ്യക്തി അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അടുത്ത സീനിലെ കഥ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരുവാണ്. ഇപ്പൊ നായകനായ രാമചന്ദ്രൻ വർക്ക് ചെയ്യുന്ന ഓഫീസാണ് കാണിക്കുന്നത്. പിയൂൺ
ആയതുകൊണ്ട് ഉച്ച സമയത്ത് നായകൻ ബാക്കിയുള്ള സ്റ്റാഫുകളിൽ നിന്ന് മാറിയിരുന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന അവിടേക്ക് പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഇയാൾ എന്തിനാ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. പിയൂൺ ആയതുകൊണ്ട് അതാ ശീലം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും വേണ്ട, വാ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും, ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നു പറഞ്ഞ് അവർ നിർബന്ധിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അവരുടെ ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. എന്നാൽ ഇത് ബാക്കിയുള്ള സ്റ്റാഫുകൾക്കൊന്നും ഇഷ്ടാവുന്നില്ല. അങ്ങനെ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ അവരെ പറ്റി പറയുവാണ്. അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്, അവർക്കൊരു മകളും ഉണ്ട്. ഇത്ര നാളെ അവർ പാലക്കാടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത സീനിലെ കഥ വീണ്ടും പാലക്കാടേക്ക് പോകുന്നു. ശില്പങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്ന വാസു എന്ന് പറയുന്ന വ്യക്തി ഇത്ര നാൾ ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ മുതലാളി വാസുവിന് വേണ്ടത്ര കൂലി കൊടുക്കാത്തതുകൊണ്ട് അതിനെ ചൊല്ലി വാസു മുതലാളിയായിട്ട് പ്രശ്നമാവുന്നു. അങ്ങനെ അടുത്ത ജോലി മതിയാക്കി വാസു അവിടുന്ന് ഇറങ്ങുന്നു. അടുത്ത സീനിൽ ആലപ്പുഴയിലെ കഥ കാണിക്കുന്നു. ഉമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുറച്ച് ദിവസമായിട്ട് കോളേജിൽ വരുന്നില്ല. ഉമ്മ ചെന്ന് കാര്യം ചോദിക്കുന്ന സമയത്ത് അവള് പറയുവാണ് ആ പെണ്ണിനെ കുറച്ചു നാളായിട്ട് ഒരു പയ്യൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തുവാണ്. അവന്റെ കൂടെ ചെന്നില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും പറഞ്ഞ് ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പേടിച്ചാണ് കുറച്ചു ദിവസമായിട്ട് അവളെ കോളേജിൽ വരാത്തതെന്ന്. അങ്ങനെ ഈ കാര്യം അറിയുന്ന ഉമ്മ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ അടുത്തുള്ള പാർട്ടി ഓഫീസിലേക്കായിരുന്നു. അങ്ങനെ അവിടെ എത്തി അവിടുത്തെ നേതാവായ ശിവരാജിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉമ്മ പറയുന്നു. ഇത് കേട്ടത് ശിവരാജ്, പണ്ട് എതിർപ്പാർട്ടിക്കാര് എന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചപ്പം എന്നെ സഹായിച്ച കുട്ടിയാണ് നീ. സോ നീ ഒരു ആവശ്യം പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. സോ ഇത് ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞ് സെറ്റാക്കി തരാം. ഇങ്ങനെയും പറഞ്ഞ് അയാളെ പാർട്ടിയിലെ യുവ നേതാക്കന്മാരെ വിളിക്കുന്നു. ഇയാളുടെ പാർട്ടിയിലുള്ള യുവ നേതാക്കന്മാരാണല്ലോ ജോസഫും കൂട്ടുകാരും. അങ്ങനെ ഇപ്പൊ അവരവിടേക്ക് വരുന്നു. അങ്ങനെ ജോസഫിനെ കണ്ടതും ഇവൻ ഇവിടുത്തെ ആളാണോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. ഈ സമയം ശിവരാജ് കാര്യം ചോദിക്കുവാണ്. അപ്പൊ ഉമ്മ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പൊ ശിവരാജ് ആ കേസിലെ സത്യാവസ്ഥയെല്ലാം ഉമ്മേനെ അറിയിക്കുവാണ്. അങ്ങനെ ഉമ്മയ്ക്ക് ജോസഫിനോടുള്ള ആ തെറ്റിദ്ധാരണ മാറുന്നു. അവർ തമ്മിലുള്ള പ്രശ്നം തീരുന്നു. ശേഷം ഉമ്മേന്റെ ഫ്രണ്ടിനെ നിരന്തരം ശല്യം ചെയ്യുന്ന ആ വ്യക്തിനെ പോയി കണ്ട് ജോസഫും കൂട്ടരും വേണ്ട രീതിയിൽ ഡീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വിഷയം തീർത്തു കൊടുക്കുന്നു. അടുത്ത സീനിലെ കഥ വണ്ടിപ്പെരിയാറിലേക്ക് പോവാണ്. ഇപ്പൊ ലിക്കർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആ വ്യക്തി അന്ന് ആ സ്ത്രീ 2 അടിച്ച് നിങ്ങൾ പ്രണയിക്കുന്ന പെൺകുട്ടിനോട് ഇഷ്ടം പറയാൻ പറഞ്ഞില്ലായിരുന്നോ. സോ അവര് കൊടുത്ത ആ ധൈര്യത്തിന് പുറത്ത് ഇപ്പൊ 2 അടിച്ച് അയാൾ നേരെ ആ പെണ്ണിന്റെ അടുത്ത് ചെന്ന് അവളോട് ഇഷ്ടം പറയുന്നു. തന്നെ പോലെ ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നതാണ്, എന്നാൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെ ആയിരിക്കും. ഇങ്ങനെ ആ പെണ്ണ് പറയുന്ന സമയത്ത് അവരെ പോലെയല്ല ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടത് നസീമ എന്ന് പറയുന്ന പെണ്ണ് ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം അയാള് തന്റെ മുഖം ഒരു തവണ ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുന്നു. ഈ സമയം അവളുടെ പർദ്ദ മാറ്റി അവളുടെ മുഖം കാണിക്കുന്നു. അവളുടെ മുഖം കണ്ടതും അയാൾ അകഞ്ഞിട്ടുവാണ്. കാരണം ഈ പെണ്ണ് ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി അയാളുടെ ഫ്രണ്ട്സ് അയാളുടെ മുറിയിലേക്ക് കൊണ്ടുവന്ന ആ ലൈംഗിക തൊഴിലാളിയായ പെണ്ണായിരുന്നു. അങ്ങനെ ആ സിനിമ കട്ടായി കഥ തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഇപ്പൊ ഓഫീസിലെ എന്തോ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് നായകൻ സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ അയ്യോ ഞാൻ സ്വീറ്റ്സ് കഴിക്കില്ല, എനിക്ക് ഷുഗർ ആണെന്ന് പറയുന്നു. അയ്യോ ഈ പ്രായത്തിലെ ഷുഗർ വന്നോ? ചിട്ടായ ജീവിത രീതി ഇല്ലാത്തോണ്ടാ. എനിക്ക് 10-41 വയസ്സുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഡെയിലി വ്യായാമമൊക്കെ ചെയ്ത് നടക്കാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച ഒരു അസുഖമില്ല. മാഡം അങ്ങനെ ശീലിച്ചാൽ മതി, അപ്പൊ എല്ലാം മാറിക്കോളൂന്ന് ഈ സമയം നായകൻ പറയുന്നു. ഇത് കേൾക്കുന്ന ലക്ഷ്മിയും എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ രാമചന്ദ്രന്റെ വാക്ക് കേട്ട് അടുത്ത ദിവസം മുതൽ ലക്ഷ്മിയും രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങുന്നു. നായകൻ നടക്കാൻ വരുന്ന അതേ പാർക്കിൽ തന്നെയായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് അവർ മീറ്റ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് നടക്കാൻ ഇറങ്ങാൻ തുടങ്ങുന്നു. ഇതിലൂടെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരുവാണ്. അങ്ങനെ ആ കഥ കട്ടായി വീണ്ടും പാലക്കാടേക്ക് വരുന്നു. ഇപ്പൊ ജോലിയെല്ലാം പോയി നാട്ടിലേക്ക് തിരിച്ചെത്തിയ വാസുവിനോട് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ വന്ന് പറയുവാണ് വലിയൊരു ഗണപതിന്റെ ശില്പം വേണം, അതുണ്ടാക്കി തരാൻ കഴിയുമോ എന്ന്. ഇത്ര നാളും വാസു ശില്പം ഉണ്ടാക്കിയത് മുതലാളിക്ക് വേണ്ടിയല്ലായിരുന്നോ? അയാൾ അതൊക്കെ വലിയ വിലയ്ക്ക് വിറ്റ് തുച്ഛമായ ശമ്പളം മാത്രമേ വാസുവിന് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പൊ ഇങ്ങനെ ഒരു ഡീൽ കിട്ടിയപ്പം വാസു വിചാരിക്കുവാണ് ഇനി ഡയറക്റ്റ് ആയിട്ട് ശില്പം ഉണ്ടാക്കി വിൽക്കാന്ന്. അങ്ങനെ അയാൾ അതിനൊക്കെ പറയുന്നു. ശില്പം ഉണ്ടാക്കി വിൽക്കുന്ന സമയത്ത് മാത്രമേ അമ്പല കമ്മിറ്റിക്കാര് പണം കൊടുക്കുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ശില്പം പണിയാനുള്ള സാമഗ്രികൾ വാങ്ങാനും പണിച്ചെലവിനുമായിട്ട് അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന വീടിന്റെ ആധാരം പണയം വെക്കുന്നു. കാശ് കിട്ടിക്കഴിയുമ്പോൾ ഇത് തിരിച്ചെടുക്കാലോ എന്നായിരുന്നു അയാളുടെ പ്ലാനിങ്. അടുത്ത സീനിൽ വണ്ടിപ്പെരിയാറിലെ കഥ കാണിക്കുന്നു. അടുത്ത ദിവസം നസീമ ലിക്കർ വാങ്ങാൻ വേണ്ടി അവിടേക്ക് എത്തുവാണ്. ഈ സമയം അവള് ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തനിക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയോ എന്ന്. താൻ ആരാണെന്ന് അറിഞ്ഞപ്പം ഞാനൊന്നും ഞെട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെ മാറുന്നതല്ല എന്റെ പ്രണയം. താൻ ഓക്കെ ആണെങ്കിൽ ഇപ്പോഴും തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെ ആണെന്നും അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന നസീമ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചു നാള് ഒന്ന് അടുത്തിടപഴകി നോക്കാം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ വ്യക്തിയും അതിനൊക്കെ പറയുവാണ്. നസീമ പറയുന്നു ഇത് കൂടാതെ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. തന്നെ കല്യാണം കഴിക്കാൻ പോവായോണ്ട് ഇനി ജോലി ചെയ്യില്ലെന്ന് താൻ എന്നോട് പറയരുത്. എനിക്ക് അത്രയും നാളും കൂടി ജീവിക്കണ്ടേ. പിന്നെ അന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന തന്റെ ഫ്രണ്ട്സിനോട് താൻ പറയണം എന്നെയാണ് താൻ പ്രണയിക്കുന്നതെന്ന്. അങ്ങനെ അവളുടെ ഈ ഡിമാൻഡ്സിനെല്ലാം അയാൾ ഓക്കെ പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് കഥ പാലക്കാട് വരുന്നു. ഇപ്പൊ വാസുവിന്റെ മകനായ രാമുവിന് ബർത്ത്ഡേ വരുവാണ്. സോ തലേന്ന് അവന്റെ അച്ഛൻ ടൗണിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനൊരു ഷർട്ട് വാങ്ങിക്കൊടുക്കുന്നു. പിങ്ക് കളർ ഷർട്ടാണ് അവൻ സെലക്ട് ചെയ്യുന്നത്. കാരണം അവൻ പ്രണയിക്കുന്ന ജാനകി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ അവളെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചാണ് അതേ കളർ തന്നെ അവൻ വാങ്ങുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവൻ ആ ഷർട്ട് വിട്ടുകൊണ്ട് സ്കൂളിലും ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൻ വിചാരിച്ചോലെ തന്നെ അവന്റെ ആ ഷർട്ടിന്റെ കളറിൽ അവൾ ഇംപ്രസ്ഡ് ആവുകയാണ്. അത്രയും നാളും അവർ തമ്മിൽ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് ആദ്യമായിട്ട് അവൾ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഇതെന്റെ ഫേവറേറ്റ് കളറാ, നിനക്ക് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ അവൾ ഈ കാര്യം പറഞ്ഞപ്പോ രാമു ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ആ ഒരു ചെറിയ പിടിവള്ളി പിടിച്ച് അവൻ കയറാൻ തുടങ്ങുന്നു. അതായത് അതുവഴി അവളുമായിട്ട് അവനൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് രാമു അവളോട് ചോദിക്കുവാണ് താനെന്ന് ക്ലാസ്സിൽ വെച്ച് നന്നായി
നന്നായിട്ട് പാട്ട് പാടിയില്ലേ, വരുന്ന ആർട്സ് ഫെസ്റ്റിവലിന് തനിക്കൊരു പാട്ട് പാടിക്കൂടെ എന്ന്. പാടണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ അച്ഛന് ഞാൻ പാട്ട് പാടുന്നത് ഇഷ്ടമല്ല. അതുപോലുള്ള കാര്യങ്ങൾക്ക് പുറകെ നടന്ന കുട്ടികൾ ചീത്തയായി പോവും, പഠിത്തത്തിൽ ഉഴപ്പൂന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അതിന് അച്ഛനെ അറിയിക്കാതിരുന്നാ പോരെ. താൻ എന്തായാലും പാടണമെന്നും പറഞ്ഞ് അവൻ അവളെ നിർബന്ധിക്കുന്നു. അങ്ങനെ അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് ആർട്ട് ഫെസ്റ്റിവലിന് പാട്ട് പാടാനുള്ള ലിസ്റ്റില് അവളുടെ പേരും അവൻ കൊടുക്കുവാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഭംഗിയാക്കി തരുന്നതിന് രാമു വന്ന് അവന്റെ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഗണപതി പ്രതിമേനോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട്. അടുത്ത സീനിലെ തിരുവനന്തപുരത്തെ കഥ കാണിക്കുന്നു. സൺഡേ ലീവ് ആയതുകൊണ്ട് ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പായ ലക്ഷ്മിയും രാമചന്ദ്രനും കൂടി കൂടിയിട്ട് അവിടെയുള്ള ഒരു അമ്പലത്തിൽ പോകുന്നു. അങ്ങനെ ഒരുമിച്ചുള്ള ഈ യാത്രയെല്ലാം അവരുടെ ഇടയിലെ കണക്ഷൻ കൂട്ടുവാണ്. അടുത്ത സീനിൽ വണ്ടിപ്പെരിയാറിലുള്ള ആ വ്യക്തിനെ കാണിക്കുന്നു. അയാളിപ്പോ നസീമയായിട്ട് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. അവരൊരുമിച്ച് ഒരുപാട് ടൈം എല്ലാം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നസീം അയാളെ പറ്റി കൂടുതൽ ചോദിക്കുന്നു. അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. ഇപ്പൊ ഒറ്റത്തടിയായിട്ട് അയാൾ അങ്ങനെ ജീവിച്ചു വരുവാണ്. അങ്ങനെ ഇപ്പൊ അയാളെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നസീം അവളെ പറ്റി പറയാൻ തുടങ്ങുന്നു. അവളുടെ അമ്മയ്ക്കും ഇതേ ജോലിയായിരുന്നു. അങ്ങനെ അച്ഛനില്ലാതെ ഉണ്ടായതാണ് അവള്. അമ്മേന്റെ മരണശേഷം ജീവിക്കാൻ വേണ്ടി അവൾക്കും ഇതേ തൊഴിലിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അടുത്ത സീനിൽ ആലപ്പുഴയിലെ കഥ കാണിക്കുന്നു. അന്ന് ഉമ്മ സഹായം ചെന്ന് ചോദിച്ചപ്പം ജോസഫ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഉമ്മയ്ക്ക് ജോസഫിനോട് ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ അന്നുണ്ടായിരുന്ന തെറ്റിദ്ധാരണയെ മാറിയുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതിയെ പതിയെ അടുപ്പം പ്രണയത്തിലേക്ക് മാറുവാണ്. അങ്ങനെ ആലപ്പുഴയിലെയും വണ്ടിപ്പെരിയാറിലെയും പാലക്കാടെയും തിരുവനന്തപുരത്തെയും കഥകൾ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നു. നസീമിനെയും കൊണ്ട് ആ ലിക്കർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇതേ സമയം നസീമിന്റെ കുറച്ച് നാട്ടുകാർ കാണുന്നു. അതുപോലെ ഉമ്മയും ജോസഫുമായിട്ടുള്ള ബന്ധം ജോസഫിന്റെ പാർട്ടിക്കാരും അറിയുന്നു. തിരുവനന്തപുരത്തുള്ള ലക്ഷ്മി ആവട്ടെ നായകനായ രാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും വിധവയായി കഴിഞ്ഞ് ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അതിലൊരു തെറ്റുമില്ല എന്നാണ് ആ സമയം നായകൻ പറയുന്നത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ലക്ഷ്മി നായകനോട് ചോദിക്കുവാണ്, തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോന്ന്. ഇത് കേട്ടത് നായകൻ പെട്ടെന്ന് ഷോക്കായി. ഒന്നും മിണ്ടാതെ നായകൻ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ ആലപ്പുഴയിലെ കഥ കാണിക്കുവാണ്. ഉമ്മയും ജോസഫും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതും പാർട്ടി നേതാവായ ശിവരാജ് വിളിച്ചിട്ട് അവരോട് കാര്യം ചോദിക്കുന്നു. ഇവർ തമ്മിലുള്ളത് സീരിയസ് റിലേഷൻ ആണെന്നും പിരിയാൻ കഴിയില്ല എന്നും അവർ ആ സമയം തുറന്നു പറയുന്നു. എന്ന ഉമ്മ ഹിന്ദുവും ജോസഫ് ക്രിസ്ത്യനുമല്ലേ. പക്ഷെ അതിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ജോസഫ് കണ്ട് ഹിന്ദു ആയിരുന്നു, അവൻ ക്രിസ്ത്യനിലേക്ക് മതം മാറിയതായിരുന്നു. അങ്ങനെ എന്തായാലും അവരുടെ ബന്ധം സ്ട്രോങ് ആണെന്ന് മനസ്സിലായതോടെ പാർട്ടി നേതാവായ ശിവരാജ് അവരെ അതിൽ നിന്ന് എതിർക്കുന്നില്ല. പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടെത്തി ഈ പെൺകുട്ടിനെ സ്വന്തമാക്കാൻ നോക്കാൻ ജോസഫിനോട് അയാൾ പറയുന്നു. അടുത്ത സീനിൽ രാമചന്ദ്രനെ കാണിക്കുന്നു. ലക്ഷ്മി മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം നായകൻ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനോട് പറയുവാണ്. നിനക്ക് അവരെ പറ്റി നല്ല അഭിപ്രായമല്ലേ, സോ അവരിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം നിനക്ക് ഓക്കെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ഈ സമയം ഫ്രണ്ട്സ് ചോദിക്കുന്നു. ശരിക്കും ലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് നായകനും താല്പര്യം ഉണ്ടായിരുന്നു, എന്നാൽ എങ്ങനെ പറയണമെന്നുള്ളത് നായകൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അതില് അവന്റെ ഫ്രണ്ട്സ് അവനെ സഹായിക്കുവാണ്. അന്ന് രാത്രി ലക്ഷ്മി അവന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. ഈ സമയം ഫ്രണ്ട്സ് ആണ് സംസാരിക്കുന്നത്. മാഡം പറഞ്ഞ കാര്യത്തിനോട് അവനും താല്പര്യം തന്നെയാണ്, സോ ഇനി നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ഭംഗിയാക്കാന്ന് അവർ പറയുന്നു. അങ്ങനെ നായകൻ ഓക്കെ ആണെന്ന് അറിഞ്ഞതോടെ ലക്ഷ്മി ഈ കാര്യം അവളുടെ വീട്ടിൽ അറിയിക്കുന്നു, അതായത് അവളുടെ മകളെ അറിയിക്കുന്നു. എന്നാൽ ലക്ഷ്മിന്റെ ആങ്ങളെ ഇതറിഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ഓൺ ദ സ്പോട്ടില് മകള് പറയുന്നുണ്ട്, എന്റെ ആങ്ങളേന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്കറിയേണ്ടത് എന്റെ മകളായ നിന്റെ അഭിപ്രായമാണ്. നീ ഓക്കെ ആണോ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മകള് പറയുന്നു. അടുത്ത സീനിൽ ആലപ്പുഴയിലെ കഥ കാണിക്കുന്നു. ഇപ്പൊ ഉമ്മേന്റെ അച്ഛൻ പുറത്തൊരിടത്ത് വെച്ച് ഉമ്മേനെ ജോസഫിന്റെ കൂടെ കാണുവാണ്. അങ്ങനെ കണ്ടപ്പോ തന്നെ അയാൾക്ക് ഡൗട്ട് അടിച്ചു. അങ്ങനെ അന്ന് ഈവനിങ് അവള് വീട്ടിലേക്ക് എത്തിയ സമയം ആ ഒരു പരിഭവം കൊണ്ട് അയാളാണെങ്കിൽ അവളോട് മിണ്ടുന്നില്ല. കാര്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുമില്ല. അടുത്ത സീനില് ലക്ഷ്മിന്റെ മകളെ കാണിക്കുവാണ്. തന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിനെ തനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ അവളിപ്പം നായകനെ വന്ന് കാണുന്നു. നായകനോട് സംസാരിക്കുന്ന സമയത്ത് അവൾക്കും അയാളെ ഇഷ്ടപ്പെടുവാണ്. അങ്ങനെ അമ്മേനോട് അവൾ ഓക്കെ പറയുന്നു. അടുത്ത സീനിലെ കഥ പാലക്കാടാണ് കാണിക്കുന്നത്. അന്ന് രാമു പേര് കൊടുത്തതിനനുസരിച്ച് ആർട്സ് ഫെസ്റ്റിവലിന് ജാനകി ഒരു നല്ല പാട്ട് പാടുന്നു. എന്നാൽ ആ സമയം സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു കടയില് ജാനകിന്റെ അച്ഛൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ മകളാണ് ഈ പാട്ട് പാടുന്നതെന്ന് അറിഞ്ഞിട്ട് അയാൾ അവിടേക്ക് എത്തി അവളെ സ്റ്റേജിൽ നിന്ന് വിളിച്ചിറക്കി. എല്ലാവരും മുമ്പിൽ വെച്ച് അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇത് കാണുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം അദ്ദേഹത്തിനെ തടയാൻ ശ്രമിക്കുന്നു. അപ്പൊ അവരോട് അയാളെ തട്ടി കയറുന്നു. ഞാൻ എന്റെ മകളെ സ്കൂളിലേക്ക് അയക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, അപ്പൊ അവളത് മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവളെ അയാൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ജാനകി സ്കൂളിലേക്ക് വരുന്നില്ല. ഇതിൽ രാമു ഒരുപാട് സങ്കടപ്പെടുന്നു. ഈ സമയത്ത് രാമുവിന്റെ അച്ഛൻ വാസു ആ ഗണപതി ശില്പത്തിന്റെ പണികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാനകി ക്ലാസ്സിലേക്ക് തിരിച്ചു വരണേ, എനിക്ക് അവളെ വീണ്ടും കാണാൻ പറ്റണേന്നൊക്കെ ദിനംപ്രതി ആ പ്രതിമേനെ മുമ്പിൽ വന്ന് രാമു പ്രാർത്ഥിക്കുമായിരുന്നു. ഇതേസമയം ആലപ്പുഴയിലുള്ള ജോസഫ് ആണെങ്കിൽ നേതാവായ ശിവരാജ് പറഞ്ഞിട്ട് നല്ലൊരു ജോലി സംഘടിപ്പിക്കുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി അവൻ അങ്ങോട്ട് പോവുകയാണ്. ഇതേസമയം ഉമ്മേന്റെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവളുടെ എക്സാമിനേഷൻ കഴിയുന്നോളം വരെ അവർ തമ്മിൽ കോൺടാക്ട് ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്നു. ഇതേ സമയത്ത് അച്ഛൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണല്ലോ. സോ അതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഉമ്മ നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആ കാര്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുന്നു. അത് ഉമ്മ ജനിച്ച സമയത്തെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഉമ്മേന്റെ അമ്മ ഉമ്മേനെ വയറ്റി ചുമക്കുന്ന സമയത്ത് 3ാമത്തെ മാസത്തെ ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ ഉമ്മേന്റെ അമ്മേനോട് പറഞ്ഞു, ഈ കുട്ടി പിറക്കുന്നത് അമ്മേന്റെ ജീവനാപത്താണെന്ന്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. എന്നാൽ അത് കേട്ട ഉമ്മേന്റെ അമ്മ സമ്മതിച്ചില്ല. എത്രയൊക്കെ കോംപ്ലിക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, എന്റെ മകള് ജീവനോട് ഇരിക്കണം, എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അമ്മ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചു. അങ്ങനെ ഉമ്മ ജനിച്ചപ്പോ തന്നെ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻ കൊണ്ട് അമ്മ മരിക്കുകയാണ് ഉണ്ടായത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണമെന്ന്. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം എല്ലാവരും എന്നോട് പറഞ്ഞതാ മറ്റൊരു കല്യാണം കഴിക്കാൻ. എന്നാൽ നിന്റെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കൊള്ളാന്ന്. ആ വാക്ക് പാലിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അന്ന് മുതൽ ഇന്ന് വരെ വളരെ കാര്യമായിട്ടാണ് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അച്ഛൻ പറഞ്ഞു വരുന്നത്, അച്ഛന് മകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട്
ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് മോള് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഇനി മോള് പറയാൻ വന്ന കാര്യം പറയാൻ അയാൾ പറയുകയാണ്. ഈ സമയം കരഞ്ഞുകൊണ്ട് ഉമ അയാളെ കെട്ടിപ്പിടിക്കുന്നു. കാരണം അയാളുടെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞ് ഉമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ നസീമേനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ നസീമയും മറ്റേ വ്യക്തിയും കൂടി കല്യാണം കഴിക്കാന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അങ്ങനെ തലേന്ന് അവള് വീട്ടിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിലേക്ക് കുറച്ച് നാട്ടുകാർ വരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നസീമ മറ്റേ വ്യക്തിനോടൊപ്പം നടക്കുന്നതെല്ലാം ഇവര് കാണുന്നുണ്ടായിരുന്നല്ലോ. അതേ ചൊല്ലി ഇപ്പൊ അവര് നസീമയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത്ര നാളെ രഹസ്യമായിട്ടായിരുന്നു നീ ഇതുപോലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഒരുത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടില് അത് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവളുമായിട്ട് വാക്ക് തർക്കമാവുന്നു. അങ്ങനെ ആ വാക്ക് തർക്കത്തിനിടയിൽ അവർ നസീമേന്റെ തല ഭിത്തി കെട്ടിയിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തലയിടിച്ച് അവളവിടെ ബോധം കെട്ടി വീഴുന്നു. അടുത്ത ദിവസം രാവിലെ നസീമ വരുമെന്നും വിചാരിച്ച് അവളെ കല്യാണം കഴിക്കേണ്ടുന്ന വ്യക്തി രജിസ്റ്റർ ഓഫീസിൽ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ പറഞ്ഞുറപ്പിച്ച സമയം കഴിഞ്ഞിട്ടും അവൾ വരാത്തോണ്ട് അയാളും അയാളുടെ ഒരു ഫ്രണ്ടും കൂടി ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് അവളെ അന്വേഷിച്ചു വരുവാണ്. ഈ സമയത്താണ് അയാൾ അറിയുന്നത് ഇന്നലെ രാത്രി നടന്ന ആ പ്രശ്നത്തില് നസീമ തലയിടിച്ച് വീഴുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ പരിക്കില് അവള് മരിച്ചുപോയെന്ന്. അങ്ങനെ ആ ഒരു സംഭവം അയാളെ വല്ലാതെ തകർക്കുന്നു. അടുത്ത സീനിൽ ജോസഫിനെയാണ് കാണിക്കുന്നത്. ജോലിക്കായിട്ട് ജോസഫ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുവല്ലായിരുന്നോ. അങ്ങനെ ഇപ്പൊ ആദ്യം സാലറി എല്ലാം കിട്ടി 2-3 ദിവസം ലീവ് എടുത്ത് അവൻ നാട്ടിലേക്ക് എത്തുവാണ്. നാട്ടിലെത്തിയത് നേരെ അവൻ വരുന്നത് അവന്റെ പാർട്ടി ഓഫീസിലേക്കാണ്. ഈ സമയം അവിടെ വെച്ച് അവനൊരു കാര്യം അറിയുന്നു. ഇന്നും എന്റെ കല്യാണമാണെന്ന്. അതെ, അവളുടെ അച്ഛന് വേണ്ടി അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അച്ഛൻ പറയുന്ന ആൾക്ക് മുന്നിൽ അവൾക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യം അറിയുന്ന സമയത്ത് ജോസഫ് ആകെ തകർന്നു പോകുന്നു. അടുത്ത സീനിൽ രാമു എന്ന് പറയുന്ന ചെറിയ പയ്യനെ കാണിക്കുന്നു. ഇത്രയും ദിവസങ്ങളായിട്ടും ജാനകി ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി രാമു രണ്ടും കൽപ്പിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന അവളുടെ അച്ഛനോട് കാര്യം ചോദിക്കുവാണ്. അപ്പോഴാണ് രാമു പറയുന്നത് അവളുടെ അച്ഛൻ തിരുവനന്തപുരത്തുള്ള ഏതോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അവളെ സ്കൂൾ മാറ്റിയെന്ന്. ഇതറിയുന്ന സമയത്ത് ഇനി അവളെ തനിക്കൊരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് രാമു ആകെ തകർന്നു പോകുന്നു. ഇതേ സമയം വാസു ആണെങ്കിൽ ഗണപതി പ്രതിമേന്റെ പണിയെല്ലാം പൂർത്തിയാക്കിയിരുന്നു. 2-3 ദിവസം കൂടി കഴിഞ്ഞ അമ്പല കമ്മിറ്റിക്കാർ വരും. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ച് അയാൾ ഇരിക്കുവായിരുന്നു. അത് കൊടുത്ത് പൈസ കിട്ടുന്നതോടെ പണയം വെച്ച വീടിന്റെ ആധാരം തിരിച്ചെടുക്കാം, പ്രശ്നങ്ങളെല്ലാം തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ അയാൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി മറ്റൊന്ന് സംഭവിക്കുന്നു. ജാനകി നഷ്ടമായതിന്റെ സങ്കടത്തില് രാമു ആ പ്രതിമേന്റെ അടുത്തേക്ക് വന്ന് എനിക്കിനി എന്റെ ജാനകിനെ കാണാൻ കഴിയില്ല, നിനക്ക് ശക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ നിനക്ക് ഒരു ശക്തിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ജാനകിനെ എനിക്ക് നഷ്ടമാവില്ലായിരുന്നു. ഇങ്ങനെയും പറഞ്ഞ ദേഷ്യം കൊണ്ട് നിലത്ത് കിടക്കുന്ന കുറച്ച് കല്ലെടുത്ത് ആ പ്രതിമയ്ക്ക് നേരെ എറിയുന്നു. അങ്ങനെ അതുകൊണ്ട് ആ പ്രതിമയിലെ ഓട്ട വീഴുവാണ്. അടുത്ത ദിവസം അമ്പല കമ്മിറ്റിക്കാര് പ്രതിമ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അവര് കാണുന്നത് ഇങ്ങനെ തകർന്നിരിക്കുന്ന പ്രതിമയാണ്. ഇതുകൊണ്ട് വാസു അകഞ്ഞെട്ടിപ്പോകുന്നു. ആ അമ്പല കമ്മിറ്റിക്കാര് വാസുവിനെ കുറെ വഴക്കും പറയുന്നു. ഇത് ഞാൻ എത്ര പെട്ടെന്ന് ശരിയാക്കി തന്നോളാന്നും പറഞ്ഞ് വാസു ആണെങ്കിൽ അതിൽ വീണ്ടും പണിയുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ പണിഞ്ഞിട്ടും അതങ്ങ് ശരിയാവുന്നില്ല. അങ്ങനെ ആ മനോവിഷമം കൊണ്ടും ഇനി പൈസ കിട്ടില്ലല്ലോ എന്നുള്ള ആദ്യം കൊണ്ടും അതുവഴി പണയം വെച്ച വീട് നഷ്ടാവുമല്ലോ എന്നുള്ള പേടി കൊണ്ടും അയാൾ സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ വാസുവിന്റെ മരണത്തോടെ ആകെ ഉണ്ടായിരുന്ന വീട് സമ്പാദ്യമെല്ലാം നഷ്ടമായി. രാമുവിനും അവന്റെ അമ്മയ്ക്കും അവിടെ വിട്ടിറങ്ങേണ്ടി വരുന്നു. അടുത്ത സീനിൽ ലക്ഷ്മിന്റെ ഒക്കെ കഥയാണ് കാണിക്കുന്നത്. ലക്ഷ്മി രാമചന്ദ്രനെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് ലക്ഷ്മിന്റെ ആങ്ങളെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അമ്മയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ അവര് കല്യാണം കഴിക്കട്ടെ, അതിനെന്താ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മിന്റെ ആങ്ങളയ്ക്ക് ആകെ ദേഷ്യം വന്ന് ലക്ഷ്മിന്റെ മകളെ തല്ലുന്നു. ഈ സമയം കൂടുതൽ വാശിയാവുന്ന ലക്ഷ്മിന്റെ മകള് പെട്ടെന്ന് തന്നെ നായകനെ വിളിച്ച് അമ്മേനെ എത്ര വേഗം ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. ഇത് കേട്ടത് രാമചന്ദ്രൻ നേരെ വന്നിട്ട് ലക്ഷ്മിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ സമയം ഈ കാര്യം അറിഞ്ഞ് ലക്ഷ്മിന്റെ ആങ്ങളെ പുറകെ വന്ന് നായകനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് നായകന്റെ ഫ്രണ്ട്സും നാട്ടുകാരെല്ലാം വന്ന് ലക്ഷ്മിന്റെ ആങ്ങളേന്റെയും അയാളുടെ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ലക്ഷ്മിന്റെയും രാമചന്ദ്രന്റെയും കല്യാണം എല്ലാം കഴിഞ്ഞ് അവർ രാത്രിയാണ്. ഇപ്പൊ മണിയറയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മി രാമചന്ദ്രനോട് ചോദിക്കുവാണ്, ഇത്ര നാളായിട്ട് താനെന്താ കല്യാണം കഴിക്കാത്തത്, തനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്. ഈ സമയം രാമചന്ദ്രൻ പറയുവാണ്, എന്റെ ജീവിതത്തിൽ കല്യാണം ആദ്യമായിട്ടാണെങ്കിലും ഇതിനു മുമ്പ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ശരിക്കും എന്റെ സ്വദേശം പാലക്കാടായിരുന്നു. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ മാറിയതാണ്. പണ്ട് പാലക്കാട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ജാനകി എന്ന് പറയുന്നൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു. അതായത് ഈ മൂവിയിലുടനീളം രാമു എന്ന് പറയുന്നൊരു ക്യാരക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നായകന്റെ കുട്ടിക്കാലമായിരുന്നു. പിന്നീട് കുറച്ചുനാള് ഞാൻ ആലപ്പുഴയിലായിരുന്നു. അവിടെ വെച്ച് ഉമ എന്ന് പറയുന്നൊരു പെൺകുട്ടീനെ ഞാൻ പ്രണയിച്ചു. അതായത് ആ സമയത്ത് ഉമേനെ പ്രണയിച്ചുകൊണ്ടിരുന്ന ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ നായകനായിരുന്നു. ചെറുപ്പത്തിലെ ദൈവത്തിലുള്ള വിശ്വാസം പോയി നായകൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതായിരുന്നു. എന്നാൽ ഉമേനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ശേഷം കുറച്ചുനാൾ ഞാൻ വണ്ടിപ്പെരിയറിലായിരുന്നു. അവിടെ വെച്ച് നസീമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ പ്രണയിച്ചു. എന്നാൽ അവളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവൾ മരിച്ചുപോയി. സോ ആ സ്റ്റോറിയിലെ നസീമേനെ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തിയും നമ്മുടെ നായകനായിരുന്നു. അതിനുശേഷമാണ് നായകൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും ഇവിടെ ഈ പിയുവിന്റെ ജോലി ചെയ്ത് ഈ രീതിക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ലക്ഷ്മിയായിട്ട് അടുത്ത് ഇപ്പൊ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുന്നതോടെ മൂവിയിലുടനീളം കാണിച്ച ആ 4 സ്റ്റോറീസും നായകന്റെ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പം മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ക്ലൈമാക്സിലുള്ള ഈ ട്വിസ്റ്റ് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അത് അറിയിക്കണം. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിന്റെ ഭാഗമാകുക. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യുക. അപ്പം മച്ചന്മാരെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.